ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് നോൺ പെർഫോമിംഗ് അസറ്റിനെ കുറിച്ചാണ്. നമ്മുടെ സിലബസിലെ ബാങ്കിങ് പാർട്ടിലെ ലാസ്റ്റ് മൊഡ്യൂളാണ്, അതായത് 10th മൊഡ്യൂളിലെ സബ് ടോപ്പിക്കാണ് നോൺ പെർഫോമിംഗ് അസറ്റ്. ഇതൊരു കുട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി NPA ചെയ്യാനായിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. NPA എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ്. ആദ്യം തന്നെ നമ്മൾ ഒരു ബാങ്കിൻ്റെ അസറ്റ് ഏതാണ്, ലയബിലിറ്റി ഏതാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ബാങ്കിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്താ? ഡെപ്പോസിറ്റ് പബ്ലിക്കിൻ്റെ ആക്സെപ്റ്റ് ചെയ്ത് അത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയി ലെൻഡ് ചെയ്യാം. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് ആൻഡ് ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇതാണ് ഒരു ബാങ്കിൻ്റെ പ്രൈമറി ഫങ്ഷൻ. അപ്പോൾ അതിൽ ഒരു ബാങ്കിൻ്റെ അസറ്റ് ഏതായിരിക്കും വരുന്നത്? അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ആണോ, അവർ ലെൻഡ് ചെയ്യുന്ന ലോണാണോ? എപ്പോഴും ഒരു ബാങ്കിൻ്റെ അസറ്റായിട്ട് വരുന്നത് അവർ കൊടുക്കുന്ന ലോണുകളാണ്. ആ കൊടുക്കുന്ന ലോണുകളിൽ നിന്നാണ് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ അതാണ് അവരുടെ അസറ്റ്. ഒരു ബാങ്കിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന ലോണുകളാണ്. ഒരു ബാങ്കിനെ സംബന്ധിച്ച് അവർ വാങ്ങുന്ന ഡെപ്പോസിറ്റ് കസ്റ്റമർ തിരിച്ചു കൊടുക്കേണ്ടതാണ് അല്ലേ? കസ്റ്റമർ ചോദിക്കുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം അത് അവരുടെ ഒരു ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. ഓക്കെ, അസറ്റ് എന്ന് പറയുന്നത് ലോണുകളും ലയബിലിറ്റി എന്ന് പറയുന്നത് ഡെപ്പോസിറ്റുമാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ച്. ഓക്കെ, ഒരു ബാങ്ക് അതിൻ്റെ അസറ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാണ്, അതായത് ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാണ്, പെർഫോമിംഗ് അസറ്റും നോൺ പെർഫോമിംഗ് അസറ്റും. പെർഫോമിംഗ് അസറ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പെർഫോം ചെയ്യുന്ന അസറ്റാണ് അല്ലേ? നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് വെച്ചാലോ, അത് പെർഫോം ചെയ്യാത്ത അസറ്റാണ്. ബാങ്കുകൾ കൊടുക്കുന്ന ലോണുകൾ അവർക്ക് കൃത്യസമയത്ത് തിരിച്ചടവ് ലഭിക്കുന്നുണ്ട്, EMI കറക്റ്റ് സമയത്ത് ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു പെർഫോമിംഗ് അസറ്റാണ്. ബാങ്കുകൾ കൊടുക്കുന്ന ലോണുകളിൽ നിന്നും തിരിച്ച് ബാങ്കുകൾക്ക് കറക്റ്റ് സമയത്തിനുള്ള പേയ്മെൻറ്റ് കിട്ടുന്നില്ല, അടവുകൾ കിട്ടുന്നില്ല എങ്കിൽ ഒരു 90 ദിവസമൊക്കെ അത് ഡ്യൂ ആയി കിടക്കുകയാണ് എങ്കിൽ അതെന്തായി മാറും? നോൺ പെർഫോമിംഗ് അസറ്റായി മാറും. ബേസിക്കലി തിരിച്ചടവൊന്നുമില്ലാത്ത ലോണുകളെയാണ്, 90 ദിവസത്തിൽ കൂടുതലായിട്ട് തിരിച്ചടവുകളൊന്നുമില്ലാത്ത ലോണുകളെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു ബാങ്കുകൾ അവരുടെ അസറ്റുകളെ 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്: സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത് പെർഫോമിംഗ് അസറ്റാണ്. ബാങ്കുകൾക്ക് നല്ല തിരിച്ചടവുകളുള്ള അസറ്റാണ്, പെർഫോം ചെയ്യുന്ന അസറ്റാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. നോൺ പെർഫോമിംഗ് അസറ്റിൽ വരുന്നതാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. ഓക്കെ, അസറ്റ് ആർ ഐദർ പെർഫോമിംഗ് അസറ്റ് ഓർ നോൺ പെർഫോമിംഗ് അസറ്റ്. എന്താണ്? അസറ്റ് പെർഫോമിംഗ് അസറ്റും ആവാം, നോൺ പെർഫോമിംഗ് അസറ്റും ആവാം. ഓൺലി സ്റ്റാൻഡേർഡ് അസറ്റ് ആർ പെർഫോമിംഗ് അസറ്റ്. അടുത്തത് സ്റ്റാൻഡേർഡ് അസറ്റ്. നമ്മൾ പറഞ്ഞു അല്ലേ, സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്? പെർഫോമിംഗ് അസറ്റാണ്. അസറ്റ് ആർ പെർഫോമിംഗ് അസറ്റ് ആൻഡ് ഈൽഡ് റെഗുലർ ഇൻട്രസ്റ്റ് ഇൻകം ടു ദ ബാങ്ക്. പെർഫോമിംഗ് അസറ്റാണ്, അതുപോലെ ബാങ്കുകൾക്ക് റെഗുലറായിട്ട് ഇൻട്രസ്റ്റ് ഇൻകം കൊടുക്കുന്ന അക്കൗണ്ടുകളാണ് അല്ലേ? ഇൻട്രസ്റ്റ് ഇൻകം കൊടുക്കുന്ന അസറ്റാണ്, അതായത് റെഗുലറായിട്ട് പലിശ വരുമാനം കൊടുക്കുന്ന അസറ്റാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ് മേ ഷോ ഇൻസിപ്പിയൻറ്റ് സ്ട്രെസ്. ഇൻസിപ്പിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരംഭത്തിൽ, അതായത് ഇപ്പോൾ ലോണുകൾ എടുത്ത് ആദ്യം അടയ്ക്കാനായിട്ടുള്ളൊരു സ്ട്രെസ് ഉണ്ടാവില്ലേ, അതിനെയാണ് ഇൻസിപ്പിയൻറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതും സ്റ്റാൻഡേർഡ് അസറ്റ് ചിലപ്പോൾ കാണിക്കാറുണ്ട് എന്ന്. അങ്ങനെ കാണിക്കുന്ന സ്റ്റാൻഡേർഡ് അസറ്റുകൾ നമ്മൾ വേറെ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. SCMA എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടിലാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇൻസിപ്പിയൻറ്റ് സ്ട്രെസ് അക്കൗണ്ടുകളെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് SCMA, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ചില സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ മാസം മാസം കറക്റ്റ് അടയ്ക്കണം എന്നില്ല. ചിലത് മാസം മാസം കറക്റ്റ് അടയ്ക്കും, ചിലപ്പോൾ മാസം അടയ്ക്കണം എന്നില്ല. എന്നാൽ 90 ദിവസത്തിൽ ഓവർ ഡ്യൂ കൂടാനായിട്ട് പാടില്ല. 90 ദിവസത്തിൽ ഓവർ ഡ്യൂ കൂടിയാൽ അവരെ നമ്മൾ എന്ത് കാറ്റഗറിക്ക് പെടുത്തും? നോൺ പെർഫോമിംഗ് അസറ്റാക്കി മാറ്റും. ഓക്കെ,
ഒരു ബാങ്കിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഹാപ്പി വരുന്നത് സ്റ്റാൻഡേർഡ് അസറ്റ് ആയിരിക്കും. കാരണം അവർ കൊടുക്കുന്ന ലോണുകൾക്ക് കറക്റ്റ് EMI കിട്ടുന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ആ പ്രിൻസിപ്പൽ അമൗണ്ടിങ് അവർക്ക് പുതിയ പുതിയ ലോണുകൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് അസറ്റ് പെർഫോമിംഗ് അസറ്റാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസിപ്പിയൻ്റ് സ്ട്രെസ് കാണിക്കുന്ന അസറ്റുകളെ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടിലേക്ക് കാറ്റഗറൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ലോണുകളിൽ ഡിലേ വരുത്തുന്നതാണ്, 90 ദിവസത്തിൽ കുറവ് ഡിലേ വരുത്തുന്നവരെയാണ് ഈ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത്. അത് 1 തൊട്ട് 30 ദിവസം വരെയാണ് ഡിലേ വരുത്തുന്നതെങ്കിൽ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് അതായത് SMA 0യിലാണ് നമ്മൾ പെടുത്തുന്നത്. 31 ദിവസം തൊട്ട് 60 ദിവസം വരെയാണ് ഡിലേ വരുത്തുന്നതെങ്കിലോ SCMA 1ൽ പെടുത്തുന്നു. 61 ദിവസം തൊട്ട് 90 ദിവസം വരെ ഡിലേ ചെയ്യുകയാണെങ്കിൽ SCMA 2ൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. NPAയിൽ വരുന്ന ഫസ്റ്റ് അസറ്റാണ് അല്ലേ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. An asset which has remained in NPA category for a period of up to 12 months. 12 മാസം വരെ NPA ആയിട്ട് കിടക്കുന്ന അസറ്റുകളെയാണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. In a term loan account, if the overdue period crosses 90 days, it will be classified as NPA. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ടേം ലോണിൽ 90 ഡേയ്സിന് ഓവർഡ്യൂ കൂടാണെങ്കിൽ അതെന്തായി ക്ലാസിഫൈ ചെയ്യും? NPA ആയി ക്ലാസിഫൈ ചെയ്യും. ആൻഡ് ഷോൾ റിമെയിൻ അണ്ടർ സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറി for the next 12 months before it is transferred to the doubtful asset category if there is no recovery. 12 മാസം വരെ NPA ആയി കിടക്കുന്ന അസറ്റുകളാണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. അതായത് സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നിലവാരമില്ലാത്ത അസറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, NPAയിൽ വരുന്ന അടുത്തൊരു അസറ്റാണ് ഡൗട്ട്ഫുൾ അസറ്റ്. എന്താണെന്ന് നമുക്ക് നോക്കാം. An asset which has remained in the substandard category for a period of more than 12 months. എന്താണ് 12 മാസത്തിലേറെയായിട്ട് സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറിയിൽ തുടരുന്ന ഒരു അസറ്റാണ് ഡൗട്ട്ഫുൾ അസറ്റായി മാറുന്നത്. 12 മാസത്തിലേറെയായിട്ട് സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറിയിൽ പെടുന്ന NPA ആണ് എന്ത്? ഡൗട്ട്ഫുൾ അസറ്റ്. ഈ ഡൗട്ട്ഫുൾ അസറ്റ് തന്നെ 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. DA1 അതായത് ഡൗട്ട്ഫുൾ അസറ്റ് 1, DA2 അതായത് ഡൗട്ട്ഫുൾ അസറ്റ് 2, DA3 അതായത് ഡൗട്ട്ഫുൾ അസറ്റ് 3. അപ്പോൾ DA1ൽ എന്താ വരുന്നത്? NPA അക്കൗണ്ട് റിമൈൻഡ് ഡൗട്ട്ഫുൾ ഫോർ എ പീരിയഡ് അപ് ടു 1 ഇയർ. 12 മാസം വരെ അതായത് 1 ഇയർ വരെ NPA ആയിക്ക് എടുക്കുന്ന അക്കൗണ്ടാണ്, അസറ്റാണ്, ലോണുകളാണ് DA1ൽ വരുന്നത്. DA2ൽ വരുന്നത് മോർ ദാൻ 1 ഇയർ ബട്ട് അപ് ടു 3 ഇയേഴ്സ്. 1 ഇയറിൽ കൂടുതലും 3 വർഷം വരെ ഓവർഡ്യൂ ഉള്ള അസറ്റുകളാണ്, ഓവർഡ്യൂ ഉള്ള ലോണുകളാണ് DA2ൽ വരുന്നത്. DA3ൽ വരുന്നത് ഓവർഡ്യൂ 3 വർഷത്തിനേക്കാളും കൂടുതലായിട്ട് വരികയാണെങ്കിൽ DA3ൽ വരുന്നു. NPAയിൽ വരുന്ന ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് ലോസ് അസറ്റ് അല്ലേ. എ ലോസ് അസറ്റ് ഈസ് ആൻ അസറ്റ് വെർ ലോസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ബൈ എ ബാങ്ക്, ഇറ്റ്സ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, RBI. എന്തായിരിക്കാം ആ ബാങ്കിൻ്റെ ലോസ് അസറ്റ് എന്ന് പറയുന്നത്? ലോസാണ് അല്ലേ, ലോസ് ആയിട്ടുള്ള അസറ്റാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആരാണ്? ഒന്നില്ലെങ്കിൽ ആ കടം കൊടുത്ത ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ RBI. ഇൻസ്പെക്ഷൻ സമയത്ത് RBI ആയിരിക്കാം അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കസ്റ്റമർ എടുത്ത ലോണിൽ ഒന്നും തന്നെ തിരിച്ചടവില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തായി പ്രഖ്യാപിക്കും? ലോസ് അസറ്റായി കണക്കാക്കുന്നു. ഒരു ബാങ്കിനെ സംബന്ധിച്ച് അതിൻ്റെ NPA കൂടാണെങ്കിൽ ആ ബാങ്ക് സ്വാഭാവികമായും നഷ്ടത്തിലേക്ക് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ NPA മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ബാങ്കുകൾക്കും NPA മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ചാൻസസ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പാൾ ഓർ ഇൻട്രസ്റ്റ് വിൽ ബി വെരി ഹൈ ഇൻ സ്റ്റാൻഡേർഡ് അസറ്റ്, good or fair in substandard asset, doubtful in doubtful asset and negligible or nil in loss asset. എന്താണ് പറയുന്നത്? സ്റ്റാൻഡേർഡ് അസറ്റ് നമ്മൾ പറഞ്ഞു പെർഫോമിംഗ് അസറ്റ് ആണല്ലേ. അപ്പോൾ പ്രിൻസിപ്പാളും അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ റീപേയ്മെൻറ്റ് എന്താണ്? വെരി ഹൈ ആയിരിക്കും. സബ്സ്റ്റാൻഡേർഡ് അസറ്റിൽ വരാമെന്ന് വെച്ചാൽ അതിൻ്റെ തിരിച്ചടവ് ഗുഡ് അല്ലെങ്കിൽ ഫെയർ കണ്ടീഷനിൽ നമുക്ക് പെടുത്താനായിട്ട് പറ്റും. ഡൗട്ട്ഫുൾ അസറ്റിലാണെന്ന് വെച്ചാൽ നമുക്കൊരു ഡൗട്ട്ഫുള്ളാണ്, ബാങ്കിന് തന്നെ ഒരു സംശയാസ്പദ കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, ലോസ് അസറ്റ് ആണെങ്കിലോ തിരിച്ചടവ് ഇല്ല, നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും.
നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? എൻ പി ആണ്. എൻ പി എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ്. ബാങ്കിൻ്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന ലോണുകളാണ്. അതിനെ രണ്ടായി തരംതിരിക്കുന്നു: പെർഫോമിംഗ് അസറ്റും നോൺ പെർഫോമിംഗ് അസറ്റും. പെർഫോമിംഗ് അസറ്റിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. ബാങ്കിന് കറക്റ്റായിട്ടുള്ള ഈൽഡ് നൽകുന്ന അസറ്റുകളാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. ഇനി എൻ പി എയിൽ വരുന്നതാണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 12 മാസം വരെ എൻ പി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അങ്ങനെ വരുന്ന അസറ്റുകളാണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞാലോ 12 മാസത്തിൽ കൂടുതൽ എൻ പി എ ആയിട്ട് കണക്കാക്കുന്ന അസറ്റുകളാണ് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന കാറ്റഗറിയിലേക്ക് വരുന്നത്. ലോസ് അസറ്റ് എന്ന് പറഞ്ഞാൽ അതിന് റിക്കവറബിൾ ചെയ്യാൻ പറ്റില്ല, തിരിച്ചടവൊന്നും ഇല്ലാത്ത ലോണുകളാണ് ലോസ് അസറ്റായി പരിഗണിക്കുന്നത്. ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും ആ ബാങ്കിന് നല്ലത് എപ്പോഴും എന്താണ്? സ്റ്റാൻഡേർഡ് അസറ്റ് ആയിരിക്കും കേട്ടോ. അതിൽ നിന്നാണ് അവർക്ക് പുതിയ ലോണുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെങ്കിൽ ഇഷ്ടമായെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.